ഒരു കുക്കറിലേക്ക് 2-3 മുട്ടയിട്ട് 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു വിസിൽ വന്ന ഉടനെ ഓഫ് ചെയ്തിടുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് 4 സവോള നീളത്തിലരിഞ്ഞത് നന്നായി ഒന്ന് മുരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 3-4 പച്ചമുളക് ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് മൊരിയാൻ വയ്ക്കുക. അപ്പോഴത്തേനും നമുക്ക് മുട്ടയെല്ലാം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലെ വരഞ്ഞ് വയ്ക്കുക. ഒരു പാത്രത്തിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒന്ന് ചൂടാവാനും വയ്ക്കുക. ഉള്ളി നല്ലവണ്ണം മൂത്ത് വന്ന ഉടനെ തന്നെ അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 കൊത്ത് കറിവേപ്പിലയും ഇട്ട് കുറഞ്ഞ തീയിൽ 1 മിനിറ്റ് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നീട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ച ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് അതും ഇട്ട് 1 തക്കാളി ഇട്ട് ഒന്ന് നന്നായി മുരിച്ചെടുത്തതിന് ശേഷം ആ ചൂടായ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് ഒരു 2 മിനിറ്റ് കുറഞ്ഞ തീയിൽ ഒന്ന് തിളപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ആ മുട്ട അതിലേക്കിട്ട് മസാലയെല്ലാം അതിൻ്റെ മുകളിലേക്ക് വരുന്ന പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കുറഞ്ഞ തീയിൽ അടച്ച് വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. പിന്നീട് അടുപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കറി ഉപയോഗിക്കാം. ചപ്പാത്തിക്കോ അപ്പത്തിനോ ചോറിനോ നല്ലൊരു മുട്ട റോസ്റ്റ്, അധികം ഗ്രേവിയൊന്നും ഇല്ലാതെ മസാലകളും അധികം ഇല്ലാത്ത നല്ലൊരു മുട്ട റോസ്റ്റ് റെഡി.